എല്ലാ വണ്ടി പ്രേമികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഹൈക്രോസ് ആണ്. ഹൈക്രോസ് ജി ഓപ്ഷനാണ് ചെയ്തത്, അതായത് പെട്രോൾ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വർക്കുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് മോഡലിസ്റ്റ, GR ഗ്രില്ല്, 360 ഇത്രയും വർക്ക് മാത്രമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹൈക്രോസിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ബ്ലാക്ക് എഡിഷനാണ് വെഹിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫുൾ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ബ്ലാക്കിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്ത്, അതായത് ബോഡി കളറിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ GR സ്പോട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലെറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്കിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. GR സ്പോട്ട് ഗ്രില്ല് നമ്മൾ ആഡ് ചെയ്യാൻ നേരത്ത് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരും, അതായത് നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അകത്തൊരു മെഷ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പോരാത്തന്നെ ഒരു 3 ഡോട്ട് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ GR ഗ്രില്ലിൻ്റെ കൂടെയാണ് വരുന്നത്. GR സ്പോട്ടിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്രില്ലെന്ന് വെച്ചാൽ ഫുൾ റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പം ആയിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അഡാസ് വരുന്ന ഓപ്ഷനുള്ള വെഹിക്കിളിലാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അഡാസിനെ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ലിനകത്ത് അത് സ്പോട്ട് ചെയ്യാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മൈബാച്ച് ഗ്രില്ലാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്രോമായിട്ട് വരുന്ന മൈബാച്ച് ഗ്രില്ലാണെങ്കിൽ നമുക്ക് അഡാസ് ഒക്കെ റീപ്ലേസ്മെന്റ് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മോഡലിസ്റ്റ കിറ്റാണ്. മോഡലിസ്റ്റ കിറ്റ് നമ്മൾ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഔട്ടിലോട്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കാര്യം മോഡലിസ്റ്റ ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്ക് സെൻറ്റർ പീസ് കാര്യങ്ങളൊക്കെ നമുക്ക് സിൽവർ ആണ് വരുന്നത്, അതെല്ലാം മാറിയിട്ട് ഫുൾ ബ്ലാക്ക് ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ DRന്റെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഇതൊരു ബേസ് മോഡൽ വെഹിക്കിളാണ്. ഇതിനകത്ത് സെൻസറോ കാര്യങ്ങളോ ഒന്നും കമ്പനി ഇൻക്ലൂഡ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. പോരാത്തതിന് DRൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ഫോഗ്രാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി ഒരു കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നതാണ്. നമുക്ക് GR സ്പോട്ട് ഗ്രില്ലും അതേപോലെ മോഡലിസ്റ്റയും 360 മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിസ്റ്റ നമ്മൾ ഫുൾ ബ്ലാക്ക് ഔട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ DRന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ഔട്ടിലോട്ടാക്കി. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു GR സ്പോട്ട് ഗ്രില്ലാണ്. അപ്പോൾ ഇത്രയും വർക്കാണ് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് GR സ്പോട്ട് ഗ്രില്ല് കാര്യങ്ങളാണെങ്കിലും മൈബാച്ച് ഗ്രില്ലാണെങ്കിലും ഒറിജിനൽ ക്യാമറ നമുക്ക് ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 360 ചെയ്യുന്നതാണെങ്കിൽ 360 ക്യാമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളിവിടെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലും ബാക്കിലുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് മോഡലിസ്റ്റയുടെ സൈഡ്, റണ്ണിംഗ് ബോർഡും അതേപോലെ തന്നെ മോഡലിസ്റ്റ ബാക്ക്. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ വെഹിക്കിളിനകത്ത് ചെയ്തിരുന്നത്. പിന്നെ ഉള്ളിലായിട്ട് കുറച്ച് വർക്കുകളും ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീലാർച്ചൊക്കെ ഫുള്ള് നമ്മൾ ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വീലാർച്ച് ഉണ്ട് എന്നൊരു ഫീൽ പോലും വരത്തില്ല. കാര്യം വീലാർച്ച് ഫുള്ള് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബോഡി കളറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബീഡിങ്, അതായത് വീലാർച്ചിൻ്റെ ഗ്യാപ്പ് ബീഡിങ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് വീലാർച്ച് ഉണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ബോഡിയിലോട്ട് ഫിക്സ് ആയിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ തന്നെ അലോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് റണ്ണിംഗ് ബോർഡ് മോഡലിസ്റ്റ കിറ്റ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീലാർച്ച് ആൻഡ് റണ്ണിംഗ് ബോർഡ് മാത്രമാണ് ഇതിൻ്റെ സൈഡിലേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ മോഡലിസ്റ്റയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പം ബാക്ക് സൈഡിൽ നമ്മൾ മോഡലിസ്റ്റ് ഫ്രണ്ടിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മോഡലിസ്റ്റ കിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഫുള്ള് ഈ പീസൊക്കെ നമുക്ക് സിൽവർ ആണ് വരുന്നത്. ആ സിൽവർ പീസിനൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബ്ലാക്കിലോട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പോരാതെ നമ്മളെ ക്യാമും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല. ആഹപ്പാടാറ്റിൻ്റെ ചേഞ്ച് വന്നിരിക്കുന്നതിൻ്റെ മോഡലിസ്റ്റ് ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനി ചെയ്തിരിക്കുന്ന വർക്ക് ഉള്ളിലാണ്. ഉള്ളിൽ നമ്മൾ 360 ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഹൈഡ്രോഗ്രാഫിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രോഗ്രാഫിക്സിലോട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ഡോർ പാനൽസ്, അതേപോലെ തന്നെ നമ്മളെ സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു പാനൽസ്, അതായത് നമ്മളെ ഗിയറിൻ്റെ അടുത്ത പാനൽസ്, AC പാനൽസുകൾ, അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഹൈഡ്രോഗ്രാഫിക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കാർബൺ ഫൈബർ എന്ന് പറയണം ആ ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹൈഡ്രോഗ്രാഫിക്സ് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോ പാങ്കിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ക്യാമറ എന്ന് വെച്ചാൽ ഓൺ കോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്യാമറ ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. 3D ആൻഡ് 2D വിഷ്വൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന 3D ആണ്. നമ്മുടെ കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം നമുക്ക് ഒരു ഫുള്ള് ചെയ്യാനായിട്ട് നമുക്ക് 2 days എടുത്തു. കാര്യം മോഡലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ 360 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് 360 നമുക്ക് മാക്സിമം ചെയ്തെടുക്കാനായിട്ടൊരു 3.5 അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് 360 ഇതേപോലുള്ള വലിയ വെഹിക്കിൾസിനെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അത്ര ടൈം മാത്രമാണ് കേട്ടോ 360 വരുന്നത്. പിന്നെ മോഡലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈം എടുക്കും. മോഡലിസ്റ്റ് നമ്മൾ സിലിക്കോണിലും അതേപോലെ ഡബിൾ സൈഡിലൊക്കെയാണ് നിർത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം കാര്യം സിലിക്കോൺ ഉണങ്ങാനായിട്ടുള്ള ടൈം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ വരുന്നുണ്ട്. 2 days പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതിനകത്ത് എല്ലാ ഐറ്റംസും ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ 360 നമ്മളിപ്പോൾ ഇത് റെക്കോർഡാണ് ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് DVR എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിനകത്ത്. അതിനകത്ത് നമ്മൾ റെക്കോർഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇതിനകത്ത് ഇപ്പം ഞാൻ മെമ്മറി കാർഡ് ആഡ് ചെയ്തിട്ടില്ല. പോരാതെ നമുക്ക് USB കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോറേജ് ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു സ്റ്റീരിയോ വന്നിട്ട് 4GB 64 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് USB ഇട്ട് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോയ്ക്കകത്തുള്ള ഇൻബിൽട്ട് വരുന്ന മെമ്മറി കാർഡ്, അതായത് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇന്ത്യൻ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. എങ്ങനെ വേണോ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ റെക്കോർഡിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പോരാത്തിന് നമുക്ക് സ്പീഡ് ലിമിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ കമ്പനി വെഹിക്കിൾസിനകത്ത് ഒരു 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 360 ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും എത്ര പെയ്യെ പോയാലും നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സേവ് ആക്കി കിട്ടും. കാരണം 10 മിനിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളെ വിഷ്വൽ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയും വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് മോഡലാണ് വന്നിരിക്കുന്നത്, വെഹിക്കിൾ ഏതാണ്. ഇതിപ്പം നമ്മൾ ടൊയോട്ട ഹൈക്രോസ് ആയതുകൊണ്ട് നമ്മൾ ടൊയോട്ട ഇട്ടിട്ടുണ്ട്. പോരാ തന്നെ നമ്മൾ വെഹിക്കിൾസ് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സെയിം വെഹിക്കിൾ നമുക്ക് ആഡ് ചെയ്യാൻ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിടാൻ പറ്റും കേട്ടോ. ഈ ഒരു മോഡലിനകത്ത് ആണല്ലേ. ഇത് 2D വിഷനാണ്, ഇത് 3D വിഷനാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്രോസിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഒന്ന് മോഡലിസ്റ്റ് ഫുൾ നമ്മൾ ബ്ലാക്ക് ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്തു, അതായത് ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ വീലാർച്ച്, പോരാ തന്നെ നമ്മൾ GR സ്പോട്ട് ഗ്രില്ല്, പിന്നെ ഹൈഡ്രോഗ്രാഫിക്സ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വിത്ത് 360 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പം നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വർക്ക് എന്ന് വെച്ചാൽ ഹൈലക്സ് ആണ്, അതായത് ലിമിറ്റഡ് എഡിഷൻ ഹൈലക്സ് ആണ്. ഹൈലക്സിനകത്ത് നമുക്ക് കുറേ വർക്കുകളുണ്ട്. അപ്പോൾ നമ്മളെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.